CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ഏതായാലും മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ അഭിലാഷ് മോഹന് കുറേയെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനാധിപത്യപരമായി കൃത്യമായ പരിശോധന നടത്തുകയും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമെല്ലാമായി ഓരോ ഘട്ടത്തെയും അഭിമുഖീകരിക്കുകയും അതിനനുസരിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ മറ്റ് പാർട്ടികളെയെല്ലാം പരിശോധിക്കുമ്പോൾ ആ പാർട്ടികൾക്കെല്ലാം നോമിനേഷനും മറ്റു രീതിയിലുമെല്ലാം തെരഞ്ഞെടുപ്പുകളും മറ്റും നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ പ്രാഥമിക ഘടകമായ ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള എല്ലാ ഘടകങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുകയും കൃത്യമായി ഇടവേളകളിൽ ഒരു മുടക്കവുമില്ലാതെ സമ്മേളനം നടത്തുകയും ചെയ്യുകയും ആ സമ്മേളനത്തിൽ ഇഴകീറിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായാലും ഏത് ഘട്ടത്തിലായാലും കൃത്യമായ പരിശോധന നടത്തുമെന്നും ആ പരിശോധന അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്നും അറിയാവുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർദ്ധിത വീര്യത്തോടുകൂടി ജനപക്ഷത്തു നിന്ന് തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിനും CPIM-നും സാധിച്ചത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ രീതി തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചില കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പോകേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ രാജു പി നായർ ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ അവരെന്തോ വളരെ മാന്യമായ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ രാജു പി നായർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പ്രമുഖ നേതാവും മുൻ KPCCയുടെ പ്രസിഡന്റുമായിരുന്ന ശ്രീ VM സുധീരൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനെൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്, കാരണം ഈ കോൺഗ്രസിൻ്റെ സൈബർ ഗുണ്ടകളെ കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പുറത്ത് VT ബൽറാം എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ MLA, അദ്ദേഹം AKGയെ വളരെ മോശമായി വിമർശിച്ചപ്പോൾ ഒരു സീനിയർ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് MM ഹസൻ അതിനോട് അത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ MM ഹസനാണ് പുതുതായി ഒരു ടാഗ് ലൈൻ ഇട്ട് കോൺഗ്രസിൻ്റെ ഈ സൈബർ രംഗത്തുള്ള ആളുകൾ ഓടിച്ചത്. ഓർമ്മയുണ്ടോ? എന്താണ്, ഓട് ഹസൻ കണ്ടം വഴി എന്ന് പറഞ്ഞിട്ട് OKKV എന്ന് പറഞ്ഞിട്ട് MM ഹസനെതിരായിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾ വലിയ പ്രചാരണം നടത്തി. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഔദ്യോഗിക രംഗത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രീമതി ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ EP ജയരാജൻ സഖാവിൻ്റെ ഭാര്യയുടെ തല വെട്ടി മാറ്റി പകരം ഒരു വിവാദ നായികയുടെ തല വെച്ച് പ്രചരിപ്പിച്ചതും മോർഫിംഗ് നടത്തിയതും നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതിലേക്കൊന്നും വിശദമായി കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ സൈബർ രംഗത്ത് ഇടപെടുമ്പോൾ സഭ്യതയും മാന്യതയും പുലർത്തണം എന്ന് കോൺഗ്രസിന് അഭിപ്രായം പറയാം. അഭിപ്രായം പറയുന്നതിന് ഞങ്ങൾ ഒട്ടും നിങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ശ്രീ VD സതീശൻ്റെ വെരിഫൈഡ് പേജിൽ നിന്നാണ്, സാധാരണ പേജല്ല, വെരിഫൈഡ് പേജാണ്, അംഗീകരിക്കപ്പെട്ട പേജിൽ നിന്നാണ് ഈ കേരളത്തിൽ ശ്രീ രാജു പി നായർക്കോ എനിക്കോ നിങ്ങൾക്കാർക്കെങ്കിലുമോ പുറത്തു പറയാൻ വേണ്ടി പറ്റാത്ത തെറി പുറത്തേക്ക് വന്നത് എന്നതും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ രീതിയിലല്ല കാര്യങ്ങളെ കാണേണ്ടത്. നമ്മൾ വിമർശനപരമായിട്ടാണ് കാര്യങ്ങൾ പരിശോധിക്കുന്നതെങ്കിൽ വിമർശനപരമായി അത്തരം കാര്യങ്ങളെ കാണാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ പുലർത്തിയുള്ളൊന്നും കാര്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിർവഹിച്ച് കളയാം എന്ന് കരുതിയാൽ എങ്ങനെയാണോ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില പിടുത്തം അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയക്കകത്തും അതിൻ്റെ മുതലാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭരണകൂടത്തിന് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും എന്നതുകൂടി കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ഈ അവകാശം ജനങ്ങൾക്കില്ലല്ലോ. കാശ്മീരിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. പല സ്ഥലത്തും, മണിപ്പൂരിൽ പറ്റിയിരുന്നോ? പല സ്ഥലത്തും പറ്റില്ല. അതെല്ലാം ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന നിലയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റീച്ചിൻ്റെ കാര്യം ഉൾപ്പെടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അതിൻ്റെ മുതലാളിമാർ, അതിൻ്റെ ഉടമസ്ഥർ, അവർക്ക് താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം എന്നതും നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയെ കാണുന്നത് എന്താണ്? ഇവിടെ രാജു പി നായരൊക്കെ പറയുകയാണ് എന്താണ്, പാർട്ടി ഇരുമ്പ് ചട്ടക്കൂടിനകത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാനൊരു പാർട്ടി അംഗമാണ്. ഞാൻ പാർട്ടി അംഗമായി നിൽക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറത്ത് പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കും എന്ന് പ്രതിജ്ഞ നൽകിയിട്ടാണ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ പാർട്ടി അംഗങ്ങളായ ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് പാർട്ടി അംഗങ്ങൾ പോകുന്നത്. എന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുകയും അവർക്ക് പാർട്ടിയുടെ ആശയവും കാഴ്ചപ്പാടും
ഓരോ ഘട്ടത്തിലും സ്വീകരിക്കുന്ന നിലപാടുകളും വ്യക്തമായി അറിയാതിരിക്കുകയും അതിൽ നിന്നുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും അത് പാർട്ടിയുടെ അഭിപ്രായമായി പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രശ്നത്തെ എന്ത് ചെയ്യണം? തുറന്നു കാണിക്കപ്പെടണം. പിന്നെ നമ്മൾ ഈ നിലയിലൊക്കെ കാണുമ്പോൾ ഇവിടെ ചില തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. അതായത് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ തന്നെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് എത്രയെത്ര വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുക എന്താണ്? മാതൃഭൂമി ന്യൂസ് തന്നെ ബോധപൂർവം നമുക്കെതിരായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇങ്ങനെയും പറഞ്ഞു കളയും എന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് അത് അങ്ങനെ തന്നെയാണെന്ന് കരുതും. ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും, അത് ഞങ്ങളുടേതല്ല. നമുക്കറിയാമല്ലോ. മാത്രമല്ല വിവിധ മാധ്യമങ്ങളുടെ ലോഗോയും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ വെച്ച് പലതരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ അത് തന്നെയാണ് ശ്രീ അഭിലാഷ്, അത് തന്നെയാണ് താങ്കൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഉത്തരമുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്കൾ തന്നെ പറഞ്ഞു, ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ ഞാനും എടുക്കുകയാണ്. അതായത് ഒരു ചുവന്ന പ്രതലമോ അല്ലെങ്കിൽ അതിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ചിത്രമോ വെച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്തുമ്പോൾ അത് ആർക്കും സാധ്യമാണ്. നേരത്തെ ശ്രീ പ്രേംകുമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും നന്നായി അതിന് സാധിക്കുക എങ്ങനെയാണ്? അടിക്കുമ്പോൾ അടുത്ത് നിന്ന് അടിക്കാനാണ് സുഖം. ഒരു കണ്ടന്റ് എപ്പോഴും ആ കണ്ടന്റ് നമ്മൾ പൂർണ്ണമായും വായിക്കണം. ആ വാക്കുകളുടെ ഇടയിൽ ഒരു വാക്ക് മതി ആ പൂർണ്ണമായിട്ടുള്ളതിൻ്റെ അർത്ഥതലത്തെ മാറ്റിക്കളയാൻ. ആ രീതിയിൽ അർത്ഥതലത്തെ മാറ്റിക്കാനും വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമെല്ലാം ബോധപൂർവമായ പരിശ്രമമുണ്ട്. ഇവിടെ ഈ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം മുക്താണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. അപ്പുറത്ത് പോരാളി വാസുണ്ട്, പിന്നെ കുഞ്ഞച്ചനുണ്ട്. ഈ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ശ്രീ രാജു പി നായരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനാധിപത്യപരമായി സൗഹാർദ്ദപരമായി അല്ലെങ്കിൽ ശരിയായി വിശകലനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന പോലെ വിമർശനവും സ്വയം വിമർശനവും കൂടി നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കുള്ള പ്രശ്നം സ്വയം വിമർശനം എന്ന പരിപാടിയില്ല. ഞങ്ങൾ സ്വയം വിമർശനത്തിന് കൂടി വിധേയമായി തിരുത്തുന്നവരാണ്. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് സ്വയം വിമർശിച്ച് അതിനെ തിരുത്താൻ കൂടി തയ്യാറാകും. ആ വ്യത്യസ്തത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്